മലപ്പുറം വാഴക്കാട് വട്ടപ്പാറയിൽ നിന്ന് കാണാതായ കുട്ടിയെ കണ്ടെത്താൻ തിരച്ചിൽ വ്യാപകമാക്കി. പോലീസിന്റെയും നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടത്തിയത്. കുട്ടിയെ കണ്ടെത്താനായി കൊണ്ടോട്ടി ACP B കാർത്തിക് IPSയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ഡിസംബർ 12-നാണ് അസം സ്വദേശി സജിത് കത്തൂരിന്റെ മകൻ 12-കാരൻ സജറുലിനെ കാണാതായത്. ജംഷീർ കൊടിഞ്ഞുകൊണ്ട് വിവരങ്ങൾ നൽകാനായി. ജംഷീർ, ഈ കുട്ടിയെ പറ്റിയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൂചന കിട്ടിയിട്ടുണ്ടോ? കാരണം ഇത്രയും ദിവസമായി കുട്ടിയെപ്പറ്റി ഒരു തരത്തിൽ കണ്ടെത്താൻ കഴിയാതെ വന്നിരിക്കുകയാണ്. എന്താണ് വിശദാംശം? അജി, കഴിഞ്ഞ 12-ന്, അതായത് ഡിസംബർ 12-നാണ് ഈ അസാം സ്വദേശിയായ സജിത കാത്തൂരിന്റെ മകൻ 12-കാരനായ സജറിനെ കാണാതാവുന്നത്. വീട്ടുകാരുമായി, അതായത് അമ്മയുമായി വഴക്കിട്ടതിന് ശേഷം കടയിൽ പോകുന്നെന്ന് പറഞ്ഞാണ് വീട്ടിലേക്ക് പോയത്. മലപ്പുറം വാഴക്കാട് വട്ടപ്പാറയിലാണ് ഈ കുടുംബം താമസിക്കുന്നത്. ഇവിടെ നിന്ന് ഈ കുട്ടിയെ കാണാതെയാകുന്നു. എന്നാൽ ആദ്യം ഈ വീട്ടുകാർ കരുതിയത് ഇവർ നേരത്തെ താമസിച്ചിരുന്ന പെരുമ്പാവൂരിലേക്ക് പോയത്, അവിടെ ബന്ധുക്കളുണ്ട്, ഒരുപക്ഷെ അങ്ങോട്ടേക്ക് പോയതാകുമെന്ന് കരുതി, അല്ലെങ്കിൽ കുട്ടിയുടെ പിതാവ് അസമിൽ അവിടേക്ക് പോയതാകാം എന്ന് കരുതി. അങ്ങനെയാണ് അവർ ആദ്യഘട്ടത്തിൽ കരുതിയത്. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കുട്ടിയെ കാണാതെയാവുകയും ഈ ബന്ധുക്കളുടെ അടുത്തേക്കോ അല്ലെങ്കിൽ പിതാവിന്റെ അടുത്തേക്കോ കുട്ടി എത്തിയിട്ടില്ല എന്ന് വിവരം ലഭിച്ചതോടുകൂടിയാണ് ഡിസംബർ 18-ന് കുട്ടിയുടെ കുടുംബം, ഈ അമ്മ, വാഴക്കാട് പോലീസിൽ പരാതി നൽകുന്നത്. അങ്ങനെയാണ് അന്വേഷണം നടക്കുന്നത്. എന്നാൽ ഈ അന്വേഷണത്തിൽ കുട്ടി എവിടെയാണെന്ന് സംബന്ധിച്ച് ഒരു കൃത്യമായൊരു വിവരം ലഭ്യമായില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇപ്പോൾ കൊണ്ടോട്ടി ACP B കാർത്തിക് IPSന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ വ്യാപകമായ ഒരു തിരച്ചിൽ വാഴക്കാട് ഈ പ്രദേശത്ത് കുട്ടിയെ കാണാതെയായ വട്ടപ്പാറ ഉൾപ്പെടെയുള്ള ഈ ഭാഗങ്ങളിലെ കാടുകൾ, മലകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഇന്ന് വ്യാപകമായ ഒരു തിരച്ചിൽ നടത്തിയത്. ഈ പ്രദേശത്ത് ഏതെങ്കിലും ദുരൂഹ സാഹചര്യത്തിൽ കുട്ടിയെ അകപ്പെട്ടിട്ടുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള ഒരു വിവരം അറിയുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ പോലീസിന്റെ സഹായത്തോടെ, പോലീസിന്റെ നേതൃത്വത്തിൽ വിവിധ സന്നദ്ധ സംഘടനകൾ, TDRF ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകളും നാട്ടുകാരും പോലീസും എല്ലാം ചേർന്ന് വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് വ്യാപകമായിട്ടുള്ള ഒരു തിരച്ചിൽ ഇപ്പോൾ രാവിലെ മുതൽ ആരംഭിച്ചിരിക്കുന്നത്. ആ തിരച്ചിൽ ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമാകാനുള്ള ഒരു സാഹചര്യത്തിലാണ്. പക്ഷേ ഇതുവരെ കുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും, സൂചനയൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം കുട്ടിയുടെ ചിത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മളടക്കം ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ 2-3 തവണ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടിയെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നവർ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ കൊണ്ടോട്ടി വാഴക്കാട് പോലീസുമായി ബന്ധപ്പെടണമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ ഇടപെടുകയും വിശദമായ വ്യാപകമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ വ്യാപകമായുള്ള തിരച്ചിൽ നടത്തിയിരിക്കുന്നത്. ഏതായാലും ഇനി CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ, ഈ വ്യാപകമായ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ടുള്ള പരിശോധനയിലേക്ക് പോലീസ് കടക്കുകയാണ്. കുട്ടി എങ്ങോട്ടാണ് പോയത്? ജംഷീർ കൊടിഞ്ഞാണ് വിവരങ്ങൾ നൽകിയത്. ആ കുട്ടിയെ കാണാതായ കുട്ടിയെപ്പറ്റി ഏതെങ്കിലും തരത്തിലുള്ള വിവരം ലഭിക്കുകയാണെങ്കിൽ, പ്രേക്ഷകരുടെ അറിവിലേക്ക് ലഭിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക. പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിച്ച നിർദ്ദേശമാണത്. ജംഷീർ കൊടിഞ്ഞാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്നും.